ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വേൾഡ് പാത്തോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ്. എന്താണെന്ന് പറഞ്ഞുതരാം. കാരണം ഞാനിപ്പം ഒരുപാട് ദിവസമായി കേട്ടോ എന്തെങ്കിലും പാക്കോ കാര്യങ്ങളോ ഒക്കെ ഇട്ടിട്ട്, അതായത് ചൂട് ക്ലൈമറ്റ് മാറി വരെയാണ് ഇപ്പം. അപ്പോൾ ആ ഒരു സമയത്ത് ചൂടത്ത് മിക്കപ്പോഴും ഇടുമായിരുന്നേ. ചൂട് മാറി വന്നപ്പോഴത്തേക്ക്, അതായത് ക്ലൈമറ്റ് ചേഞ്ച് ആയി വന്നപ്പോഴത്തേക്ക് എനിക്ക് എല്ലാത്തിനും ഒരു മടി, അതായത് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇടാനും ഒന്നിനും ഒരു ഇത് തോന്നത്തില്ല. തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ ഈ സ്കിൻ കെയർ അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ കരുതി പുറത്തൊക്കെ പോയി വന്ന ആകെ ഇതായിട്ടിരിക്കുകയല്ലേ, ആകെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫേസ് പാക്കൊക്കെ തയ്യാറാക്കിയിട്ട് അല്പനേരം ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പാത്തു എണീക്കും. എന്നിട്ട് പാത്തുവിനെയും കൊണ്ട് പിന്നെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പുറത്ത് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതാണ്. അപ്പോൾ എന്തായാലും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി പുറത്തുനിന്ന് ഒരു സാധനവും വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് വേണം. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള തന്നെ പാലും തൈരും ഓട്സ് പൗഡറും അതുപോലെ തന്നെ ഷുഗറും കോഫി പൗഡറും പിന്നെ നമുക്ക് അലോവേര ജെല്ല് വേണമേ. അലോവേര ജെല്ല് ഞാൻ എൻ്റെത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ അലോവേര ജെല്ലും കൂടെ എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാവുന്നത് ക്ലെൻസിങ് ആണേ. അപ്പോൾ അതിന് പാല് തന്നെ എടുക്കാം. പാല് നന്നായിട്ട് ഒരു കോട്ടണിൽ ഇതാക്കിയിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന്, ഇതാ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പാലിതായതിൽ, നന്നായിട്ടൊന്ന് ഇതാക്കണം. വലിയ ബോട്ടിലിൽ ഇരുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതെടുത്തിട്ട് വന്നത്, ഇതിലാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കുളിച്ചേ പറ്റുള്ളൂ. കുളിക്കാൻ എനിക്ക് കിടക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫേസ് വാഷ് ചെയ്താൽ മാത്രം പോലെ എനിക്ക് നന്നായിട്ട് പോയി, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് അല്പം കോഫി പൗഡറും, കോഫി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. കോഫി പൗഡറും അതിൻ്റെ കൂടെ കുറച്ച് ഷുഗറും കൂടെ ഇട്ട് നമുക്ക് ഇത് തന്നെ എടുക്കാം, പാല് തന്നെ എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലേ. കൂടെ ഒരിച്ചിരി ഇത് കൂടെ എടുക്കാം സ്ക്രബ് ചെയ്യാനായിട്ട്, അലോവേര ജെല്ല്. അപ്പോൾ അലോവേര ജെല്ലും കോഫി പൗഡറും പാലും ഷുഗറും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കാണേ. ഒരുപാടിട്ട് വലിച്ചിങ്ങനെ ഫേസ് മുറിച്ച് കളയരുത്. ആദ്യം പതുക്കെ മൈൽഡായിട്ട് ചെറിയ രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാര അത്യാവശ്യം നല്ല തരിയുള്ളതായിരിക്കും. അപ്പോഴും അത് ഫേസ് നല്ലോണം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ മുറിയാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം ഒരു 1-2 മിനിറ്റെങ്കിലും ഇത് സ്ക്രബ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫേസിൽ അത്യാവശ്യം നല്ല ഒരു ഇത് ഈ സ്ക്രബിങ്ങിലൂടെ തന്നെ കിട്ടും.
പിന്നെ നമുക്ക് ആ ഒരു പാക്കും കൂടി ഇട്ടാൽ മാത്രം മതി. വളരെ എളുപ്പം കഴിയുന്നൊരിതാണ്. രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം, ഉറക്കം കുറവായതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കണ്ണിന് ചുറ്റും ഇങ്ങനെ കറുപ്പ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ചെറുതായിട്ട് കൊണ്ട് ഇപ്പം തന്നെ ഇതാ കണ്ടേ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. കണ്ട നന്നായിട്ടിത് ഇതാക്കിയത് പോലും ഇല്ല. എന്നിട്ടും എന്ത് മാറ്റം. ഇതുപോലെ അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവും. അപ്പം കോഫി പൗഡറിലേക്ക് ഓട്സ് പൊടിച്ചതും, എനിക്കിങ്ങനെയുള്ള എന്ത് പാക്ക് ഇടുമ്പോഴും ഞാൻ അതിൻ്റെ കൂടെ മിക്കവാറും ടൈമിനും ഞാൻ ഈ അലോവേര ജെല്ല് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ അതാ മിക്സ് ചെയ്യാൻ തൈരാണ് എടുക്കുന്നത്. അപ്പം തൈരും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം അല്ലേ. ഈ സംഭവം ഇനി ആര് വന്നെടുക്കും? അയ്യോ, കൈ തെന്നിപ്പോയായിരുന്നു. പാത്തു ഉറങ്ങുമ്പോഴാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും കണ്ടോ, നന്നായിട്ടിതാ നല്ല ഒരു ഇനിയാണ് അപ്പം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ വലിയ ബ്രഷൊന്നും ഇട്ടല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ സാധാ രീതിയിൽ കൈ വെച്ചിട്ട് തന്നെയാണ് ഇടുന്നത് അല്ലേ. ഇതെങ്ങനെയായാലും ഒരു അരമണിക്കൂർ വേണമേ ഉണങ്ങാൻ. ഓട്സ് പൗഡർ ചേർത്തേക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഡ്രൈ ആവും. ഒന്നാമത് എൻ്റെ ഇത് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ അറിഞ്ഞ് വെച്ചും കൊണ്ട് അത് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മിക്കുള്ളവരും കണ്ണിൻ്റെ മുകളിൽ ഒഴിവാക്കും, അത് കണ്ണിൽ വീഴുമെന്നുള്ള പേടിയുണ്ടായിരിക്കും കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കാം കണ്ണിൻ്റെ ചുറ്റിലും കൂടെ. കെമിക്കൽ അല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇതൊന്ന് ഉണങ്ങട്ട്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം എന്തായാലും ഏകദേശം എല്ലാം ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ ഏകദേശം ഒരു ഇത് വന്നിട്ടുണ്ട്. മതി, അരമണിക്കൂർ കൂടുതലായിരുന്നു. ഞാൻ കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്, കയ്യിൽ നിന്നൊക്കെ ഞാൻ ഇത് കഴുകി മാറ്റി. നമുക്ക് തുടയ്ക്കാം.
അപ്പം ഇപ്പം തന്നെ ഏകദേശം നല്ല ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ നന്നായിട്ട് കഴുകി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ വന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഫേസ് പാക്ക് ഇട്ടിരുന്നാലും എന്തിട്ടിരുന്നാലും ഞാൻ കിടക്കാൻ നേരമാകുമ്പോഴത്തേക്ക് എൻ്റെ നൈറ്റ് കെയർ എന്നതുപോലെ ഞാൻ ഒരു സിറം യൂസ് ചെയ്യും. അപ്പോൾ അതുകൂടി ഞാൻ ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു 4 ഡ്രോപ്പ് മാത്രം. നമ്മളിങ്ങനെ തേച്ചിങ്ങനെ പറ്റിക്കല്, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യാവൂ. മാത്രമേ ചെയ്യാവൂ. അപ്പം നമ്മൾ ആ പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. 100% റിസൾട്ട് ഉണ്ടാവും. അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കുകയും ചെയ്യില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.